അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നടന്ന ഖുർആൻ തദ്രീബു തിലാവ ഹിഫ്ള് അതിൻ്റെ ചോദ്യപേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി തദ്രീബു തിലാവ. ഒന്നാമത്തെ ചോദ്യം, താഴെ ഉദാഹരണങ്ങളിൽ ശരി അടയാളപ്പെടുത്താം. ബ്രാക്കറ്റിൽ സാക്കിനായ മീമിന്റെ വിധികൾ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ താഴെയുള്ള ഉദാഹരണങ്ങളിൽ നിന്ന് സാക്കിനായ മീമിന്റെ വിധികൾക്ക് നേരെയാണ് നമ്മൾ ശരി മാർക്ക് കൊടുക്കേണ്ടത്. നമ്മൾ തദ്രീബു തിലാവയിൽ ആദ്യത്തെ 2 പാഠത്തിൽ സാക്കിനായ മീമിന്റെ നിയമങ്ങൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. അത് പഠിച്ച വിദ്യാർത്ഥികൾക്ക് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം, ഇന്നി ലക്കും റസൂലുൻ അമീൻ. അവിടെ സാക്കിനായ മീമിന് ശേഷം ഏത് റൂളാണ്? ഇന്നി ലക്കും ലക്കും സാക്കിനായ മീമിന് ശേഷം റാ ആണ് വന്നിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഏത് നിയമമാണ്? ഇഖ്ഫ ആണോ, ഇൽഹാർ ആണോ, ഇദ്ഗാമാണോ? അവിടെ ഇൽഹാർ ആണ് ചെയ്യേണ്ടത്. സാക്കിനായ മീമിന് ശേഷം റാ വന്നാൽ ഇൽഹാർ ആണ് ചെയ്യേണ്ടത്. സാക്കിനായ മീമിന് ശേഷം മീമ് വന്നാൽ ഇദ്ഗാം, സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ ഇഖ്ഫാ, സാക്കിനായ മീമിന് ശേഷം ബാക്കി ഏതക്ഷരം വന്നാലും ഇൽഹാർ ആണ്. അപ്പോൾ ഇവിടെ റാ വന്നു, ഇൽഹാർ ആണ് ചെയ്യേണ്ടത്. അടുത്തത് വഅക്സറുഹും കാദിബൂൻ. അവിടെയും ഇൽഹാർ തന്നെയാണ്, രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തത് ഹൽ അൻതും മുജ്തമിഊൻ. സാക്കിനായ മീമിന് ശേഷം മീമാണ്, അതുകൊണ്ട് ഇദ്ഗാമാണ്. നാലാമത്തത് ഫഖദ് കദ്ദബൂകും ബിമാ. സാക്കിനായ മീമിന് ശേഷം ബാ ആണ്, അതുകൊണ്ട് ഇഖ്ഫാ ചെയ്യണം. അലൈഹിം മിനസ്സമാഇ. അവിടെ സാക്കിനായ മീമിന് ശേഷം മീമാണ്, ഇദ്ഗാം. ആറാമത്തത് വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. സാക്കിനായ മീമിന് ശേഷം ബാ ആണ്, ഇഖ്ഫാ ആണ് ചെയ്യേണ്ടത്. ഇങ്ങനെ സാക്കിനായ മീമിന്റെ വിധികൾക്ക് നേരെ ശരി മാർക്ക് കൊടുക്കുകയാണ് വേണ്ടത്. രണ്ടാമത്തത്, താഴെ കാണുന്ന ഉദാഹരണങ്ങളിൽ കൽക്കലത്തിന്റെ അക്ഷരങ്ങൾക്ക് റൗണ്ട് ചെയ്യാം. കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഖുതുബ്, ജദ്, ഖാഫ്, താ, ബാ, ജീം, ദാൽ. ഇതാണ് കൽക്കലത്തിന്റെ അക്ഷരങ്ങൾ. ഈ താഴെയുള്ള ഉദാഹരണത്തിൽ കൽക്കലത്തിന്റെ അക്ഷരങ്ങൾക്ക് റൗണ്ട് ചെയ്യുകയാണ് വേണ്ടത്. ഇദാ വല്ലൗ മുദ്ബിരീൻ. ഏതൊക്കെയാണ്? ദാലും ബാഉം. രണ്ടാമത്തത് മിൻ അഖ്സൽ മദീനതി. ഖാഫും ദാലും. ഇനി മൂന്നാമത്തത് ഇസ്തിഅലാഇന്റെ അക്ഷരങ്ങൾ കൊണ്ട് കള്ളി പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ഇസ്തിഅലാഇന്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. വായ നിറഞ്ഞ ശബ്ദത്തിൽ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾക്കാണ് ഇസ്തിഅലാഇന്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ആ ഇസ്തിഅലാഇന്റെ അക്ഷരങ്ങൾ കൊടുത്തുകൊണ്ട് ഇത് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ഏതൊക്കെയാണ്? ഖാഉം സാദും ഇവിടെ തന്നിട്ടുണ്ട്. ഇനി ളാദ്, ഗൈന്, പിന്നെ കാഫ് ഇവിടെ തന്നിട്ടുണ്ട്. അവസാനത്തിൽ ളാ. ഈ രൂപത്തിൽ ഇസ്തിഅലാഇന്റെ അക്ഷരങ്ങൾ കൊടുത്ത് പൂർത്തിയാക്കുകയാണ് വേണ്ടത്. ഇതാണ് തദ്രീബു തിലാവയുടെ ഇന്നത്തെ ചോദ്യപേപ്പർ. ഇനി അടുത്തത്, ഖുർആനിൽ നിന്ന് സൂറത്തുൻ നംലിൽ 36, 37, 38 എന്നീ ആയത്തുകൾ ഓതി കേൾപ്പിക്കുകയാണ് വേണ്ടത്. അവിടെ നമുക്ക് മാർക്ക് ലഭിക്കുന്ന മാനദണ്ഡം അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത പാരായണമായിരുന്നെങ്കിൽ 20 മാർക്ക് ലഭിക്കും. സാക്കിനായ മീമിന്റെ ഇഖ്ഫാഇന്, സാക്കിനായ മീമിന് ശേഷം ബാ വരുമ്പോഴാണല്ലോ ഇഖ്ഫാ, അങ്ങനെ ഇഖ്ഫാ ചെയ്തിട്ടുണ്ടെങ്കിൽ 4 മാർക്ക് ലഭിക്കും. സാക്കിനായ മീമിന്റെ ഇൽഹാർ, മീമും ബാവും അല്ലാത്ത ബാക്കി ഏത് അക്ഷരങ്ങൾ വന്നാലും ഇൽഹാറാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഓതിയാൽ 4 മാർക്ക് ലഭിക്കും. സാക്കിനായ മീമിന്റെ ഇദ്ഗാമിന്, സാക്കിനായ മീമിന് ശേഷം മീമ് തന്നെ വന്നാലാണ് ഇദ്ഗാം ഉണ്ടാവുക. അങ്ങനെ ഇദ്ഗാമിന് 4 മാർക്കും. ഇസ്തിഅലാഇന്റെ അക്ഷരമായ ഖാഇന്റെ ഉച്ചാരണത്തിന്, അപ്പൊ ഖ എന്നുള്ളത് വായ നിറഞ്ഞ രൂപത്തിലാണ് പറഞ്ഞത് എങ്കിൽ 4 മാർക്ക്. ഇസ്തിഅലാഇന്റെ അക്ഷരമായ ഖാഫിന്റെ ഉച്ചാരണത്തിന് 4 മാർക്ക്. ഇങ്ങനെയാണ് മാർക്കിന്റെ മാനദണ്ഡം. ഇനി ഹിഫ്ള്. സൂറത്തുൽ അഅല 8 മുതൽ സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല എന്നുള്ളതിലെ 8ാമത്തെ ആയത്ത് മുതൽ 12 വരെയുള്ള ആയത്തുകളാണ് ഓതിക്കൊടുക്കേണ്ടത്. രണ്ടാമത്തത് സൂറത്തുൽ അലഖ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നുള്ള സൂറത്തിലെ 1 മുതൽ 5 വരെയുള്ള ആദ്യത്തെ 5 ആയത്തുകളാണ് ഓതി കേൾപ്പിക്കേണ്ടത്. മൂന്നാമത്തത് നമ്മൾ തദ്രീബു തിലാവയിൽ പറഞ്ഞ ഒരു ദുആയാണ്.
അൽ വഹദത്തു സാനിയ എന്നുള്ള പാഠത്തിലെ ഒരു ദുആയാണ് ഇവിടെ തന്നിട്ടുള്ളത്. റബ്ബന ആമന്ന മുതൽ ഖൈറുർ റാഹിമീൻ വരെ, റബ്ബന ആമന്ന ഫഗ്ഫിർ ലനാ വർഹംന വ അൻത ഖൈറുർ റാഹിമീൻ വരെ ചൊല്ലിക്കൊടുത്താൽ 6 മാർക്ക്. ഇങ്ങനെ സൂറത്തുൽ അഅല ഓതി കൊടുത്താൽ 22 മാർക്ക്, സൂറത്തുൽ അലക്ക് ഓതി കൊടുത്താൽ 22 മാർക്ക്, ഈ ദുആ ഓതി കൊടുത്താൽ 6 മാർക്ക്. ഇങ്ങനെയാണ് ഹിഫ്ളിലെ മാർക്കിന്റെ മാനദണ്ഡം. വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ ഓതി കൊടുക്കുകയും എഴുതുകയും ചെയ്തിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.